ചുവരുകളിൽ വരയ്ക്കുന്ന എമൽഷൻ പെയിന്റിങ്ങിൽ വിസ്മയം തീർക്കുകയാണ് കൊല്ലം പുല്ലൂർ സ്വദേശി സനോജ്. ഇടത് കൈ മാത്രം ഉപയോഗിച്ചാണ് ഭിന്നശേഷിക്കാരനായ സനോജ് ക്യാൻവാസിൽ വിസ്മയം തീർക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സനോജിന് ചിത്രം വര കേവലം ഒരു പാഷൻ മാത്രമല്ല, അന്നത്തിനുള്ള മാർഗം കൂടിയാണ്. 13 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ടാണ് സനോജിന് വലം കൈ നഷ്ടമായത്. ആശുപത്രി കിടക്കയിൽ വെച്ചു തന്നെ ഇടം കൈകൊണ്ട് എഴുതിയും പതിയെ വരച്ചും പരിശീലനം തുടങ്ങി. അവിടെ നിന്നങ്ങോട്ട് സിനിമാ കഥകളെ വെല്ലുന്ന തിരിച്ചുവരവ്. ശാസ്ത്രീയമായി ചിത്രകല പഠിക്കാത്ത സനോജ പിന്നീട് ഇടം കൈകൊണ്ട് വിസ്മയം തീർത്തു. ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പം ടിപ്പറിൻ്റെ വാല് വന്ന് തട്ടി കൈയേറ്റുപോയി. അതിനുശേഷം ഈ ഇടത് വെച്ച് പരിശീലിച്ച് അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ കായ്ക്ക് എഴുതിയും ABCD എഴുതിയും ഗണപതിയൊക്കെ വരച്ച്, ഗണപതിയോട് ഭയങ്കര ഇഷ്ടമാണ്, കളമൊക്കെ എഴുതും, അമ്പലത്തിൽ കളമൊക്കെ എഴുതുമായിരുന്നു. ആ വർഷം തന്നെ കളം എഴുതുകയും ചെയ്തു, അമ്പലത്തിൽ ഈ ഇടത് വെച്ച് തന്നെ കളം എഴുതുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ പരിശീലനമാണ്. എമൽഷൻ പെയിന്റിങ്ങിന് പുറമെ അക്രിലിക്, ഓയിൽ പെയിന്റിംഗ്, വാട്ടർ കളർ തുടങ്ങിയവ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കാൻ സനോജിന് അധിക നേരം ആവശ്യമില്ല. പിന്നെ ക്യാൻവാസിൽ വരയ്ക്കാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ വരച്ച് വീട് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. MA യൂസഫ് അലി സാറിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയും അദ്ദേഹം എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. ഇമ്പോ എന്നാണ് ആ വീടിൻ്റെ പേര്. നെല്ലിപ്പള്ളി LP സ്കൂളിന്റെ ചുമരിൽ വരച്ച ചിത്രങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. 15 ദിവസത്തിലധികം എടുത്താണ് ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കിയത്. പ്രതിസന്ധികളിലും തളരാതെ കഠിനാധ്വാനം മുതൽക്കൂട്ടായി അയാൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ. ക്യാമറാമാൻ അനന്തു B നായർക്കൊപ്പം AV ജയശങ്കർ, 24, കൊട്ടാരക്കര.